എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 25 വെളുത്തവാവ് സകല ദോഷങ്ങൾക്കും അവസാനം കുറിക്കുകയാണ് കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ. ഇനി അങ്ങോട്ടുള്ള ദിവസം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുകയാണ്. ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്ന നക്ഷത്രജാതകരെക്കുറിച്ചും ഇവരുടെ ജീവിത പുരോഗതിയെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രജാതകരായ അശ്വതി നക്ഷത്രജാതകരെക്കുറിച്ച് തന്നെ. സകല ദോഷങ്ങൾക്കും അവസാനം കുറിക്കുന്ന ഘട്ടം എന്ന നിലയിൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സംഭവിക്കാൻ പോകുകയാണ്. ഓരോ കാര്യങ്ങളിലും വെച്ചടി കയറ്റം നടത്തുന്ന ഒരു നക്ഷത്രജാതകർ കൂടിയാണ് അശ്വതി നക്ഷത്രജാതകർ. വിശ്വാസവഞ്ചനകൾ ജീവിതത്തെ മാറ്റിമറിച്ച അശ്വതി നക്ഷത്രക്കാർക്ക് അതിൽ നിന്നും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും നല്ല സമയം തന്നെയാണ്. എങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിന്ന് പാത വിട്ട് സഞ്ചരിക്കാൻ സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കൾ വിദ്യാർത്ഥികളെ ഒന്ന് ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് നേരിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത് പൂർത്തീകരണത്തിൻ്റെ കാലങ്ങൾ കൂടിയാണ്. യാതൊരുവിധ മനക്ലേശങ്ങളും ഇവരെ അലട്ടില്ല. വാഹനങ്ങളിൽ കേടുപാടുകൾ വരികയും ചെറിയ തോതിലുള്ള ധനനഷ്ടത്തിന് കാരണമാകുകയും ചെയ്യാൻ സാധ്യതകൾ കാണുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങളും ദൃശ്യമാകും. കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരുന്നതിൻ്റെ തുടക്കവും ഉണ്ടാകുന്നതാണ്. ശാസ്ത്ര മേഖലയിൽ ഉള്ളവർക്ക് മനസ്സംതൃപ്തി ലഭിക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നോക്കാം രോഹിണി നക്ഷത്രജാതകരെക്കുറിച്ച്. പലവിധ അസുഖങ്ങളും മൂലം ബുദ്ധിമുട്ടിയവർക്ക് ആരോഗ്യം തിരികെ ലഭിക്കുന്ന ദിവസമാണ് ജനുവരി 25 മുതൽ. ഈ ദിവസത്തെ വെളുത്തവാവ് കഴിഞ്ഞാൽ രോഗമുക്തിക്ക് സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സങ്ങളും നീങ്ങും. വൈവാഹിക ബന്ധങ്ങൾ, ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിൽക്കാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ്. വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും. പുതിയ ഗൃഹനിർമ്മാണത്തിന് ആലോചിക്കാവുന്നതാണ്. കാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടക്കും. ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും അത് സുഖപ്പെടും. മൂത്രാശയ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ ഭേദപ്പെട്ടു തുടങ്ങുന്ന സമയം കൂടിയാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് ഗുരുവാരവ്രതം, ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് യഥാക്രമം വിഷ്ണു ഭജനം, ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക. ശനിയാഴ്ചകളിൽ ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. പൊതുവെ നല്ല സമയമാണ്. എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം. കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യതകൾ കാണുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. ചെറിയ മക്കളിൽ നാവേറുകളും നീർദോഷം പോലുള്ള പ്രശ്നങ്ങളും കാരണം സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല. നേരിയ കാരണങ്ങൾ കൊണ്ട് വളരെ വലിയ ലാഭങ്ങൾ വരെ ഇവർക്ക് നഷ്ടപ്പെടാം. ധനപരമായും വസ്തുവകകൾ ഹേതുകവുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം. വിദ്യാർത്ഥികളിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും പരിഹരിക്കപ്പെടും.
വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് കാത്തു നിൽക്കാതെ കർമ്മനിരതരായി ലഭ്യമായ തൊഴിലുകൾ നല്ലതുപോലെ ആത്മാർത്ഥമായി ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കർമ്മത്തിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇവർ ഈ വെളുത്തവാവിന് ശേഷം കുറച്ച് ദോഷഫലങ്ങളുള്ളതിനാൽ ദോഷപരിഹാരങ്ങൾ മറക്കാണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക്, തുളസിമാല, പായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ കൂറുകാർക്ക് എല്ലാ ദോഷങ്ങളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയുന്ന ദിവസങ്ങളാണ് വരുന്നത്. അതിനാൽ നല്ല രീതിയിൽ ഈശ്വരാധീനം നിലനിർത്താൻ ശ്രമിക്കുക. നാമജപങ്ങളിലൂടെ വലിയ സമയദോഷത്തെ തരണം ചെയ്യാം എന്ന ആത്മവിശ്വാസം നല്ലതാണ്. വ്യാഴ ആനുകൂല്യം ഉള്ളതുകൊണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിൽ ശൈഥില്യം വരാതിരിക്കാൻ വേണ്ടതായ മുൻകരുതലുകൾ കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കഫജന്യമായ അസുഖങ്ങൾക്കും സാധ്യത ഏറെയാണ്. എങ്കിലും ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. വിദേശത്ത് തൊഴിലെടുക്കുന്നവരും വ്യാപാരങ്ങൾ നടത്തുന്നവരും മുമ്പ് സംഭവിച്ചതായ നഷ്ടങ്ങളിൽ നിന്നും പതുക്കെയാണെങ്കിലും കരകയറുവാൻ തുടങ്ങും. തൊഴിൽ അന്വേഷകർക്കും അഭ്യസ്ത വിദ്യർക്കും ശുഭകാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഗൃഹത്തിൽ എള്ളുതിരി കത്തിക്കുക. ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, നീരാജനം, കറുത്ത പട്ടുചാർത്തൽ, പായസം എന്നിവ യഥാശക്തി നടത്തുക. ജന്മനാളുകളിൽ ശിവക്ഷേത്രത്തിൽ ആയുസൂക്തം, പുഷ്പാഞ്ജലി, ശംഖാഭിഷേകം, വിളക്ക് എന്നിവ നടത്തുന്നതും ഇവർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മസമ്മതമായിട്ടുള്ള ഉയർച്ചകൾ, പാരിതോഷികങ്ങൾ എന്നിവ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ലഭിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യാനും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചില സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരം ലഭിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും. കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങളും വേദനയും അനുഭവപ്പെടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ആയുധങ്ങൾ, മറ്റ് ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം വ്യാഴാഴ്ച തോറും കഴിയുമെങ്കിൽ വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നോക്കാം ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച്. പൊതുവെ അത്യാപത്തുകൾ ഒന്നും ഉള്ള സമയമല്ല. ചില പുതിയ ചിന്തകൾക്കും തുടക്കങ്ങൾക്കും സാധ്യതയുണ്ട്. ഈശ്വരാധീനം ഉള്ള സമയം ആയതുകൊണ്ടും കാര്യങ്ങൾ എല്ലാം വളരെ വേഗത്തിലേക്ക് തന്നെ നടക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷയ്ക്കൊത്ത് നടത്തി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതും ഏറെ ഗുണം ചെയ്യും. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി വർദ്ധിക്കും. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനുമുള്ള വഴികൾ തുറക്കുന്നതും കാണുവാൻ വരും ദിവസങ്ങളിൽ സാധിക്കും. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായിട്ടുണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ കൃഷി, വ്യവസായം, കന്നുകാലികൾ എന്നീ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തന മണ്ഡലം പുഷ്ടി പ്രാപിക്കും. ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങൾ, തർക്കങ്ങൾ, ആപത്തുകൾ എന്നിവയൊക്കെ മാറും.
വിദ്യയിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും ഈ കാലഘട്ടത്തിൽ ഭയപ്പെടേണ്ടതില്ല. വാണിജ്യ മേഖല മുമ്പില്ലാത്ത വണ്ണം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് കാണാനും സാധിക്കും. ഗവൺമെൻറ്റിൽ നിന്നുള്ള ചില സഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ദോഷശാന്തി നൽകും.